നമസ്കാരം. നിഷയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ചെറുപ്പകാലത്ത് വായിച്ച പുസ്തകത്തിന് കയ്യും കണക്കുമില്ല. ആർത്തിയോടുകൂടിയായിരുന്നു അന്നൊക്കെ പുസ്തകങ്ങൾ വായിച്ചിരുന്നത്. എൻ്റെ വീട് ഗുരുവായൂരാണ്. ഗുരുവായൂരത്തെ മുനിസിപ്പൽ ലൈബ്രറിയിൽ ഒരു 4 മണിക്ക് ശേഷമാണ് ലൈബ്രറി തുറക്കുക. അപ്പോൾ അന്ന് പോയി ഒരു പുസ്തകം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ രാത്രി പിറ്റേ ദിവസം 4 മണി ആവണോട് കൂടിയിട്ട് ആ പുസ്തകം വായിച്ച് തീർന്നിട്ടുണ്ടാവും. ആ ലൈബ്രറിയിൽ എന്നെപ്പോലെ വായിച്ച പുസ്തകം വായിക്കുന്നൊരു കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം. അവിടെയുള്ള എല്ലാ പുസ്തകങ്ങളും ഒരുവിധമൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പിന്നീട് എപ്പോഴോ എനിക്ക് വായന നഷ്ടപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെ ആ വായനയുടെ ഫലത്തിലാണ് ഞാൻ ജീവിച്ചത്. അത്രയും എൻ്റെ വായനാഫലം കൊണ്ട് മാത്രമാണ് ഈ ജീവിതത്തിലെ സന്നിഗ്ധ ഘട്ടങ്ങളെല്ലാം ഞാൻ തരണം ചെയ്തിട്ടുള്ളത്. പിന്നീട് ജീവിതത്തിൽ ഞാൻ പകച്ചു നിന്നപ്പോഴും ഞാൻ വഴിമാറി ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് കാരണം എൻ്റെ പുസ്തകം വായന തന്നെയാണ്. അപ്പം ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലും ഞാൻ എൻ്റെ മക്കളെയും കൊണ്ട് പിന്നീട് ഞാൻ ഇരിങ്ങാലക്കുടയ്ക്ക് ജീവിതം അങ്ങോട്ട് പറിച്ചു നട്ടു. പിന്നെ ഇരിങ്ങാലക്കുടയായി DC ബുക്സായി എൻ്റെ ഒരു സെക്കൻഡ് ഹോം എന്ന് പറയുന്നത്. അപ്പോൾ ഇരിങ്ങാലക്കുടയിലേക്ക് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും ഞാനൊരു തീർത്ഥയാത്ര നടത്തുന്ന പോലെ എൻ്റെ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇരിങ്ങാലക്കുട DC ബുക്സിലേക്ക് പോയിരിക്കും. DC ബുക്സിലിരുന്ന് അവിടെയുള്ള എത്ര കഷ്ടപ്പാടാണെങ്കിലും പൈസയ്ക്ക് അത്ര അധികം ഞാൻ ബുദ്ധിമുട്ടിയപ്പോഴും പുസ്തകം ഞാൻ കാശ് കൊടുത്ത് വാങ്ങാതിരുന്നിട്ടില്ല. മക്കൾക്ക് നല്ല വസ്ത്രം ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഭക്ഷണവും പുസ്തകവും അതിന് രണ്ടിനും ഞാൻ പിശുക്ക് കാണിച്ചിട്ടില്ല. പിശുക്ക് കാണിച്ചില്ലെന്ന് മാത്രമല്ല, വളരെ രാജകീയമായി ആണ് ആ 2 കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. എൻ്റെ മകനെ ഇങ്ങനെ ഒരു മാജിക്കലായിട്ടുള്ളൊരു ഭാഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് അവനെയും കൊണ്ടുള്ള DC ബുക്സിലേക്കുള്ളൊരു യാത്ര തന്നെയായിരുന്നു. ഒരു 10-20 വർഷമാണ് DCയുടെ ഒരു ശീതളച്ചാല, ഒരു പച്ചിലക്കൂട്ടിലിരിക്കുന്ന പോലെ ഞാൻ ഇരുന്നിട്ടുള്ളത്. അവിടെ നിന്ന് തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലും സൗഹൃദങ്ങൾ കിട്ടിയിട്ടുള്ളൂ. ഒരുവിധം അന്നത്തെ കാലത്ത് വലിയ എഴുത്തുകാരൊക്കെ അവിടെ വന്നിരിക്കും. അവരൊക്കെ എന്നെയും കാത്തിരിക്കുകയായിരുന്നു. എൻ്റെ സൗഹൃദവും അവർക്കൊക്കെ വിലപ്പെട്ടതായിരുന്നു. മാമ്പുഴ കുമാരൻ മാഷ്, മരിച്ചുപോയി ബാലേന്ദ്രൻ വടക്കേടത്ത്, അതേപോലെ തന്നെ ഒരുവിധം നല്ല എഴുത്തുകാരും ഒക്കെ അവിടെ വന്നിരുന്നു. രാത്രി 7:30 ഞാൻ തിരിച്ച് വീട് പറ്റാൻ. അപ്പോൾ വീട് എന്നെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞത് കൊണ്ടായിരിക്കാം പിന്നെ ഞാൻ വായനശാലയിലൊന്നും പോയില്ല. കാരണം പോയത് DC ബുക്സിലേക്കായിരുന്നു. എനിക്ക് ഇവിടെ ഇരിങ്ങാലക്കുടയിൽ അത്ര വായനശാല ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ചെന്നാൽ തന്നെ അവിടെ അവിടെ ഞാൻ ആക്സെപ്റ്റൻസ് ഉണ്ടോ, എനിക്ക് പറ്റിയ റിസപ്റ്റീവായിട്ടുള്ളൊരു കൂട്ടോ ഒന്നും എനിക്ക് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ DC ബുക്സിലേക്കാണ് പോയത്. അവിടെ സന്തോഷ് എന്ന് പറഞ്ഞ മാനേജറൊക്കെ എനിക്ക് എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനേക്കാൾ പ്രിയപ്പെട്ടവരായിരുന്നു. എന്തൊക്കെ എന്നെ സീസൺ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് DC ബുക്സാണെന്നേ ഞാൻ പറയും. പിന്നീട് ഞാൻ അതും വിട്ടുകളഞ്ഞു. എൻ്റെ പ്രയോറിറ്റീസ് മാറി. പിന്നെ എനിക്ക് പുസ്തകത്തിന് റാക്കിൻ്റെ ഉള്ളിൽ പുസ്തകം ഇരിക്കുമ്പോൾ ഞാൻ അവരോടൊക്കെ പറയും, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. കാരണം എനിക്ക് ജീവിതം എന്നെ പലതും പഠിപ്പിച്ചു. അക്ഷരങ്ങളെക്കാളും പുസ്തകത്തേക്കാളൊക്കെ വലുത് പൈസയാണെന്ന് പഠിപ്പിച്ചു. പൈസയ്ക്ക് പിന്നാലെ പോകാൻ എന്നെ കൊണ്ടോട്ട് ആവുമില്ല. പക്ഷേ എന്നാലും അത് വലിയ പ്രധാനപ്പെട്ടതാണ്. അപ്പം ഈ കറൻസി ഇനി ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഞാനിനി വരുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവിടുന്ന് ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവിടുന്ന് ഇറങ്ങി പോരുകയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടേക്ക് പോയിട്ടില്ല. ഓൺലൈനിൽ വഴിയൊക്കെ പുസ്തകങ്ങൾ, മക്കൾ വാങ്ങുന്ന പുസ്തകങ്ങൾ വായിക്കുക, അവരാവശ്യപ്പെടുന്ന പുസ്തകങ്ങൾ വായിക്കുക. അതിൽ നമ്മുടെ ജീവിത മുഹൂർത്തങ്ങളുമായി ബന്ധപ്പെട്ട ഇൻസിഡൻസ് അല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള, പ്രചോദനം നൽകുന്ന രീതിയിലുള്ള പുസ്തകങ്ങൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ ആ പുസ്തകങ്ങൾ അത് മിക്കതും കുട്ടികൾ വായിക്കുക ക്ലാസിക്സ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അവരുടെ ഒപ്പം വളരുകയാണ് ചെയ്തത്. എൻ്റെ ഒരു സെൻസിബിലിറ്റിയെ റിഫൈൻ ചെയ്തതും മോൾഡ് ചെയ്തതും ഒരുപക്ഷെ മക്കളാണ്. അവരാണ് എന്നെ വളർത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പലപ്പോഴും
പതറിപ്പോയ സാഹചര്യങ്ങളൊക്കെ അവർ ഓരോ പുസ്തകങ്ങളെക്കുറിച്ച് പറയുകയും ഓരോ മഹാത്മാക്കൾ അവരുടെ ജീവിതം എങ്ങനെയാണ് കരുപിടിപ്പിച്ചതെന്നും സന്നിഗ്ധ ഘട്ടങ്ങളിൽ അവരെങ്ങനെയാണ് അതൊക്കെ തരണം ചെയ്തതെന്നൊക്കെ പറഞ്ഞു തരുമായിരുമ്പോൾ അതോടൊപ്പം ഞാൻ പോവുകയായിരുന്നു, അവരിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ഞാൻ പോകുകയായിരുന്നു. അപ്പോൾ അത്തരം ഒരു അങ്ങനെ കുട്ടികൾ ചെറുതാണെങ്കിലും ഗുരുക്കന്മാരാക്കാൻ, ടീച്ചേഴ്സാക്കാൻ അനുഭവങ്ങളും കുഞ്ഞുങ്ങളും ഒക്കെ മതി. ഞാൻ സെൽഫ് സഫിഷ്യൻ്റ് അല്ല എന്ന പാഠം പഠിപ്പിച്ചു തന്നിട്ടുള്ളതും ഈ പുസ്തകം വായന തന്നെയാണ്. പിന്നീട് ഞാൻ ജീവിക്കാൻ വളരെയധികം തത്രപ്പാടുപെട്ടപ്പോഴും എന്നെ സഹായിച്ചത് അക്ഷരങ്ങൾ തന്നെയാണ്. പലർക്കും ഈ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ആകെക്കൂടി കയ്യിലുള്ളത് ഒന്നുമില്ല, അക്ഷരങ്ങൾ മാത്രം ആയിരുന്നു ഉള്ളത്. ഈ അക്ഷരങ്ങൾ വിദേശികൾക്ക് പറഞ്ഞു കൊടുത്തും ഒക്കെ തന്നെയാണ് ഞാൻ എൻ്റെ ജീവിതം കരുപിടിപ്പിച്ചത്. നല്ല അന്തസ്സായിട്ട് ഒരു നമ്മുടെ നാട്ടിൽ ഒരു വളരെ മോശമായിട്ട് കണക്കാക്കുമ്പോൾ നമ്മളൊരു ഗ്ലോബൽ ടീച്ചർ എന്ന രീതിയിൽ അംഗീകരിച്ചതും ഈ അക്ഷരങ്ങളാണ്. പിന്നീട് അക്ഷരങ്ങളിൽ നിന്ന് ഒരുപാട് അകലം പാലിച്ചെങ്കിലും വീണ്ടും ഞാൻ അക്ഷരത്തിലേക്ക് എത്തിച്ചേരുക തന്നെയായിരുന്നു. പലർക്കും ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും സന്നിഗ്ധഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിലൊക്കെ ജീവിക്കാനുള്ള കാശൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാൻ ഉണ്ടാക്കി, ആവശ്യക്കാർക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വീണ്ടും പുസ്തകങ്ങളിലേക്ക് എനിക്ക് തിരിച്ചു വരേണ്ടതായിട്ട് വന്നു. അങ്ങനെ ഞാനിനി വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ളതുകൊണ്ട് തന്നെ വീണ്ടും ഞാൻ ലൈബ്രറിയായി കുട്ടിക്കാലത്തെ പോലെ ഈ ടീനേജിൽ പോയ പോലെ വീണ്ടും ഒരു ലൈബ്രറിയിലേക്ക് വന്നു. അവിടെ നിന്ന് ഞാൻ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പുസ്തകങ്ങൾ കുറച്ച് ആധികാരികമായി വൈക്കം സത്യാഗ്രഹത്തെ പഠിക്കാം അല്ലെങ്കിൽ സമീപിക്കാം എന്ന് കരുതിയപ്പോൾ കിട്ടിയ പുസ്തകങ്ങളാണ്. അപ്പോൾ അതൊന്ന് വായിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇവിടെ 2 കുട്ടികളുണ്ട്. എനിക്ക് പഴയ എൻ്റെ വളരെ ഗൃഹാതുരത്വം, വളരെ നൊസ്റ്റാൾജി എനിക്കുണ്ടായി. കുട്ടിക്കാലത്ത് ലൈബ്രറിയിലേക്ക് പോയും പുസ്തകം എടുക്കുകയൊക്കെ ചെയ്യുന്ന, ഇപ്പോൾ 10-40 വർഷം മുന്നേ ആയിരുന്നു. അന്ന് ഗോപൻ പഴുവിൽ എന്ന് പറഞ്ഞിട്ടൊരു അദ്ദേഹം വലിയ റേഡിയോ നടനും ഒക്കെ റേഡിയോ നാടകങ്ങളിലൊക്കെ പേരുള്ള ഒരാളൊക്കെ ആയിരുന്നു. അങ്ങനത്തെ ലൈബ്രറിയൻസൊക്കെയാണ് അവിടെ ഇരുന്നിരുന്നൊക്കെ. വളരെ അത്രയും ആർത്തിയോടുകൂടി വായിക്കുന്നൊരു പെൺകുട്ടിയെ അന്ന് കണ്ടിട്ടില്ല, എന്ത് പറ്റി എന്നൊക്കെ പിന്നീട് എൻ്റെ കണ്ടപ്പോഴൊക്കെ അവരൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ തിരിച്ച് വീണ്ടും ഒരു ലൈബ്രറിയിലേക്ക് വന്നപ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലാത്ത ഒരു ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും ചിന്തകളൊക്കെ. അപ്പോൾ ഇവിടുത്തെ കുട്ടികളുണ്ട്, അവരൊക്കെ 2 പെൺകുട്ടികളുണ്ട്. അവരൊക്കെ പുസ്തകത്തെ വളരെ ഗംഭീരമായി സ്നേഹിക്കുന്ന ആൾക്കാരാണ്. ഞാൻ കാണിച്ചു തരാം. പേര് രചന. അപ്പോൾ നോക്കൂ, പേര് പോലും സാഹിത്യമായിട്ട് ബന്ധപ്പെട്ട രചന. അപ്പോൾ രചനയ്ക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നു, ഒപ്പം ഞാനും സ്വാഗതം. ടീച്ചർ, ഞാൻ ചോദിക്കാൻ വന്നത് ചോദിച്ചോട്ടെ? അപ്പോൾ ടീച്ചർ ഒരുപാട് കവിത ഒക്കെ എഴുതാറുണ്ടല്ലോ അല്ലേ? എനിക്ക് കവിതയാണെന്നൊന്നും അറിയില്ല. ഞാൻ ഇപ്പോൾ എനിക്ക് വയസ്സ് ഇത്രയായല്ലോ, ഞാൻ ഒന്നും പബ്ലിഷ് ചെയ്യാനൊന്നും കൊടുത്തിട്ടില്ല. 2-3 പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ സൗഹൃദങ്ങൾ കണ്ടെത്തിയിട്ടാണ് പബ്ലിഷ് ചെയ്യാൻ കൊടുത്തത്. മനോഹരമാണെന്ന് ഞാൻ എഴുതിയത് കവിതയാണെന്ന് വിചാരിച്ച് എഴുതിയതൊന്നുമല്ല. പക്ഷേ അത് എൻ്റെ തോന്നലുകൾ ഭയങ്കരമായിട്ട് എൻ്റെ പ്രക്ഷുബ്ധത, ടോബുലൻസ് കുറിച്ച് വെച്ചതായിരുന്നു. അതിനെ കവിത എന്ന് വിളിക്കാമോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ എഴുതിയിട്ടുണ്ട്. അതിപ്പോൾ കുറച്ചായതുകൊണ്ട് എല്ലാവരും പറയുന്നത് കൊണ്ട് ഞാനന്ന് മരിക്കുന്നതിനോട്ട് മുന്നേ ഒന്ന് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് കവിതയാണോ എന്നും അറിയില്ല, കഥയാണോ എന്നും അറിയില്ല. എൻ്റെ ടർബുലൻ തോട്ട്സ് മാത്രം ഞാൻ സ്ക്രിബിൾ ചെയ്ത് വെച്ചതാണ്. അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കവിത എഴുതുന്ന ആളാണോ എന്ന് എന്നോട് ചോദിക്കേണ്ട, ഞാൻ അങ്ങനെ എഴുതിയിട്ടില്ല. എൻ്റെ ടർബുലൻ തോട്ട്സ് എഴുതിയിട്ടുണ്ട്, പക്ഷെ വായിച്ചിട്ടുണ്ട്. നല്ലതെന്താ ചീത്ത ഏതാന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റും. പഴയ മലയാളം കവിതകളിൽ ഒരുപാട് വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. ഇപ്പോൾ പുതിയ കവിതകളും പഴയ കവിതകളും വളരെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിലുള്ള കവിതകളിൽ ടീച്ചർക്ക് എങ്ങനെയാണ് അതൊരു ഇപ്പോഴത്തെ വ്യത്യാസം അറിയുന്നത് എങ്ങനെയാണ്? അത് എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇങ്ങനെ നമുക്കിപ്പോൾ വ്യാകരണമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ ലിറ്ററേഷൻ, എസൊണൻസ്, അങ്ങനെ ഒരുപാട് ഇതേപോലെ
ശ്ലേഷം ഒക്കെ ഉണ്ടല്ലോ, മലയാളത്തിൽ അതിന് പറയും ശ്ലേഷം എന്ന് പറയും, മറ്റത് പ്രാസൊപ്പിച്ച്, അങ്ങനെയൊക്കെയല്ലേ ഇംഗ്ലീഷിൽ അതിന് പണ്ണെന്ന് പറയും ശ്ലേഷത്തിന്, പിന്നെ ഇത് പ്രാസൊപ്പിച്ച് എന്ന് പറയും. അവിടെ ഇംഗ്ലീഷിൽ അതിന് പറയുക സൊണൻസ് എലിട്രേഷൻ, റിപ്പീറ്റേഷൻ ഓഫ്, അങ്ങനെ അതുണ്ട്, വവൽസോട് റിപ്പീറ്റേഷൻ, കോൺസണൻസ് റിപ്പീറ്റേഷൻ ഒക്കെ ആയിട്ട് വരുന്നത്. അത്തരം ഫിഗറേറ്റീവ് ലാംഗ്വേജുകൾ അതിന് കൃത്യമായ ഡെഫിനിഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അതിങ്ങനെ അവിടെ ഈ എന്താ പറയുക, നമ്മൾ വൃത്തം ഇതാണ്, അലങ്കാരം ഇതാണ് എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ വ്യാകരണത്തിൽ ഞാനൊക്കെ മനസ്സിലാക്കുന്നത് വ്യാകരണത്തിൽ ഭംഗം വന്ന കവിത എന്നാണ്. വ്യാകരണത്തിൽ തൂങ്ങി പിടിച്ചിരിക്കുന്നത് കവിതയല്ല, അതിൽ ഭംഗം വരുമ്പോൾ ആണ് കവിത എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. വിയോജിപ്പുകൾ ഉണ്ടാവും, അത് അവർക്ക് വിയോജിക്കാം. പക്ഷെ എൻ്റെ ഇത് അതിങ്ങനെ അതുപോലിട്ട് എഴുതുമ്പോൾ ജീവിതം ഒരു നിർവചനത്തിൽ ഒതുങ്ങി നിൽക്കൊന്നുമില്ലല്ലോ. നമ്മുടെ തോട്ട് പ്രോസസ്സും ഒരു ഡെഫിനിഷനിൽ ഒതുങ്ങി നിൽക്കൊന്നുമില്ല. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക തന്നെയാണല്ലോ. അപ്പോൾ എവിടുന്ന് വന്ന് കയറി എവിടുന്ന് പോകുന്നു എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെയല്ലേ മനുഷ്യൻ്റെ ചിന്താ പ്രോസസ്സും ഒക്കെ. അപ്പോൾ മനുഷ്യൻ്റെ ടേർബുലൻ്റ് അല്ലാത്ത തോട്ട്സ്, സൂതിങ് ആയിട്ടുള്ള തോട്ട്സ്, അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, എത്ര കണ്ട് മനോഹരമാക്കി എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത്, അങ്ങനെ തന്നെ. അത് പോയിറ്റിക്, മറ്റത് ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അത് കവിതയാണോ മറ്റേ ഗദ്യമാണോ പദ്യമാണോ എന്നതെന്ന് തീരുമാനിക്കാനുള്ളൊരു ജനങ്ങളുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കണം. നമ്മൾ എഴുതുന്നു എന്ന് മാത്രമാണ്. അതാണ് മനോഹരമാണെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. മറ്റത് മോശമെന്നല്ല, അതും അതിഗംഭീരമാണ്. അവർക്ക് കുറേ കൂടി കഴിവുകൾ ഉണ്ടായിരിക്കണം നമ്മളെക്കാളൊക്കെ. ഒട്ടും മോശക്കാരാവില്ലല്ലോ. ഇത് ഇപ്പോൾ ഒക്കെ എല്ലാം സിംപ്ലിഫൈ ചെയ്യുകയാണല്ലോ. ടീച്ചർക്ക് കോളേജ് കാലത്തിൽ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചെന്ന് പറഞ്ഞു. അപ്പം അതിൽ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു കവിത ഏതായി നന്നായിട്ട് ഒരുപാട് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു കവിത ഓർമ്മയിൽ? മലയാളത്തിലല്ലേ? മലയാളത്തിൽ ചൊല്ലാൻ പറ്റുമോ? കവിത ചെല്ലലൊക്കെ മെമ്മറി ലോസ് ഭയങ്കര ഉണ്ടായി. ഞാൻ അത്രയും പ്രക്ഷുബ്ധതയോടെ കടന്നു പോയിട്ടൊരു വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഒരു സാധനം വെച്ചത് തപ്പി കുറേ പണ്ട് പഠിച്ചതൊക്കെ നല്ലോണം മെമ്മറിയിൽ നിൽക്കുന്നുണ്ടാവും. ഇപ്പം ഇന്നലെ വായിച്ചൊന്നും തീരെ ഓർമ്മയില്ല. പക്ഷെ എന്നാലും എനിക്ക് കടമ്പനിട്ടയുടെ കവിതകളാണ് ഞങ്ങളുടെ കാലഘട്ടത്തിൽ എല്ലാവരും ചൊല്ലി നടന്നിരുന്നത്. പിന്നെ ബാലേന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. അതിനേക്കാൾ കൂടുതൽ കടമ്പനിട്ട നേരിട്ട് ചെല്ലുന്ന കവിതകളൊക്കെയാണ്. ചൊല്ലാൻ പറ്റും വെച്ചൊക്കെ 4 വരി ഇപ്പം എനിക്ക് ഓർമ്മയുള്ളൂ. ശാന്തയുടെ, അതെൻ്റെ മക്കളെ ഉറക്കാൻ വേണ്ടിയിട്ട് പാടിയ കവിതകളായിരുന്നു. മൂത്ത മോനൊക്കെ എസ്പെഷ്യലി. അവൻ അപ്പോൾ നിർത്തുമ്പോൾ പറയും പാടൂ, ആ ലൈൻ പാടൂ, അവൻ പാടൂ എന്ന് പറയും. അപ്പോൾ അതിൽ 4 വരി ഞാൻ മുന്നൊരുക്കമില്ലാണ്ട് അല്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കി എനിക്ക് ഓർമ്മ വന്നിരുന്നു. മുന്നൊരുക്കമില്ലാതെ അവസാനത്തെ ചില വരിയില്ല. ആടുകേറാമല ആന കേറാമല 1000 കാന്തരി പൂത്തിറങ്ങി മാനത്തു നിന്നൊരു മാൻ ചാടി മാനിൻ്റെ കൊമ്പത്തു ചന്ദ്രകലാമാനെ ചന്ദനം ചാലിച്ചു ചാഞ്ചാടൂ എൻ്റെ ശാന്തയ്ക്കു ഈ തിരുമുറ്റത്തു നീ ചാഞ്ചാടൂ, എൻ്റെ ശാന്തയ്ക്കു ചുറ്റു നീ ചാഞ്ചാടൂ എന്ന് പറയുമ്പോൾ ഒരു വരി നിർത്തിക്കഴിഞ്ഞാൽ അവൻ പറയും ശാന്ത അല്ലെ തിരുമുറ്റത്ത്, അങ്ങനെ പറയും. അപ്പോൾ ഞാനും കവിത ചൊല്ലിയാണ് തന്നെയാണ് മക്കളെയൊക്കെ ഉറക്കിയിരുന്നത്. കഥകൾ പറഞ്ഞു കൊടുത്താണ് ഭക്ഷണം കൊടുത്തിരുന്നത്. അപ്പോൾ അപ്പോഴും സാഹിത്യമായിട്ടുള്ള ബന്ധം എല്ലാത്തിലും ഞാൻ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ബന്ധപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ എത്ര കണ്ട് ജീവിതത്തിൽ സക്സസ് ആയി എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവരാൻ ജീവിതത്തിലെ സക്സസ് നമുക്ക് ഭൗതികമായിട്ട് ആൾക്കാർ സക്സസ് എന്ന് പറയുമ്പോൾ അത് വെറും തോന്നലാണ്. അത് പുറമെ നിന്ന് നോക്കുന്ന ആൾക്കാർ പുറമെ കാണുന്നതാണ് സക്സസ് എന്നാണ് ഈ ലോകം വിചാരിക്കുന്നത്. പക്ഷെ അതല്ല. നമ്മുടെ കയ്യിൽ എന്തുണ്ട്, നമ്മൾ എന്ത് നേടി ആത്മീയമായിട്ട് എന്നൊക്കെയുള്ളതൊക്കെയാണ് സക്സസിന്റെ മാനദണ്ഡം വേണ്ടത്. പക്ഷെ ഈ ലോകത്തിൽ അതല്ലല്ലോ. പക്ഷെ അത് ഗംഭീരമായിട്ടൊരു എൻട്രി എൻ്റെ മകനെ വളരെ വ്യത്യസ്തമായ ഭാഷയോടുകൂടി ഞാനാണ് അവൻ്റെ ടീച്ചറായിട്ടുള്ളത്. അത് എനിക്ക് ചെയ്യാൻ പറ്റി എന്ന് മാത്രം. വേറെ രീതിയൊന്നും ഞാൻ കൊടുത്തില്ല. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അതാണ് പ്രധാനപ്പെട്ട. അതിൽ ഖേദമുണ്ട്. അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. ഒരു അമ്മ എപ്പോഴും സ്വാർത്ഥയാവണം. കുട്ടികൾക്കൊക്കെ ജയിക്കാൻ പഠിപ്പിക്കണം, അസൂയ പഠിപ്പിക്കണം, കോമ്പറ്റീഷൻ പഠിപ്പിക്കണം. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ സക്സസ്ഫുളിൻ്റെ
മാനദണ്ഡങ്ങളാക്കി ആക്കിയിട്ട്. അങ്ങനത്തെ അല്ലാത്ത അമ്മമാരൊക്കെ ഭയങ്കരമായിട്ട് വളരെ പരിഹസിക്കപ്പെടുകയാണ്, അപഹസിക്കപ്പെടുകയാണ്. അതോ ഈ സമൂഹം എന്നെ ബാധിക്കുന്നില്ല. എന്നാലും ഇപ്പം പണം വാഴുന്ന ഒരു സമൂഹമല്ലേ, ശ്വസിക്കുന്ന വായുവിന് വരെ കാശുള്ള സമൂഹത്തിൽ നമ്മൾ എത്ര കണ്ട് അതല്ല ശരി എന്ന് പറയുകയാണെങ്കിലും ഇവിടെ അതൊക്കെ തന്നെ വേണം. പിന്നെ ടീച്ചർക്ക് ഇതുപോലെ പുസ്തകങ്ങൾ, ഇംഗ്ലീഷ് പുസ്തകങ്ങളിൽ കൂടുതലായിട്ട് ഇപ്പോഴും വിവർത്തനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം വിവർത്തനങ്ങൾ ചെയ്യാൻ ആഗ്രഹിച്ച പുസ്തകങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ എല്ലാ ഹൈലി പൊളിറ്റിക്കലൈസ്ഡ് ആണ്. അപ്പോൾ വിവർത്തനം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ നന്നായി ചെയ്യുമെങ്കിലും ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് അതൊക്കെ അവർക്ക് താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ എന്നെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് ആവശ്യപ്പെട്ട് വരുന്നവർക്കൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. വായനയിൽ ഇപ്പോൾ ഒരുപാട് കഥാപാത്രങ്ങൾ, ഇപ്പോൾ ഇംഗ്ലീഷിലായാലും ക്ലാസിക്കൽ ഒരുപാട് സാധാരണ കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രം ഏതായിരിക്കും പുസ്തകങ്ങൾ വായിച്ചതിൽ വെച്ചിട്ട് ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്ന ഒരു കഥാപാത്രം? എനിക്ക് ഇപ്പോഴും അത് എനിക്ക് ഖസാക്കിൻ്റെ ഇതിഹാസത്തിലെ രവിമാഷ് തന്നെയാണ്. അത് രവിമാഷിൻ്റെ ന്യൂനതകളും എല്ലാം ഉൾക്കൊണ്ട് തന്നെ അദ്ദേഹത്തെ എനിക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരുപാട് ന്യൂനതകളുള്ള മാഷ് തന്നെയാണ്, പക്ഷേ അത്രയും അതികാൽപ്പനികമായി അതിനപ്പുറത്തേക്കൊരു കഥാപാത്രം എൻ്റെ വായനയിൽ വന്നിട്ടില്ല. പിന്നെ എനിക്ക് MP നാരായണപിള്ള എനിക്കിഷ്ടമുള്ളൊരു ഒരു പൂയില്യൻ എന്നോട്ടൊരു, അത് MP നാരായണപിള്ളയുടെ ഇതാണ് ഞാൻ പറയല്ലോ MP നാരായണപിള്ളയുടെ ഒരു വലിയ പ്രശസ്തമായൊരു നോവലാണ് എന്താണ് പരിണാമം അല്ലേ MP നാരായണപിള്ളയുടെ, അതുണ്ട്. പിന്നെ ഒരുപടി നല്ല നല്ല ആദിത്യനും രാധയും മറ്റു ചിലരും മുകുന്ദൻ്റെ അതിൽ അഗ്നിവേശം എന്നൊരു കഥാപാത്രമുണ്ട്. പിന്നെ എനിക്ക് അത്രയധികം ഞാൻ ഇഷ്ടപ്പെടുന്നൊരു വർക്ക് ആനന്ദിൻ്റെ വ്യാസനും വിഘ്നേശ്വരനും എന്നല്ല, അമ്രമാലിക. അത് ഭയങ്കര കഥാപാത്രമാണ് അമ്രമാലിക. അതായത് ആ സ്ത്രീ എന്നും അത് ശരിക്കും ചരിത്രത്തിലെ ഒരു ക്യാരക്ടറാണ്. അവര് ഫെഡറേഷനെ കുറിച്ചൊക്കെ ഗംഭീര ജ്ഞാനമുള്ളൊരു സ്ത്രീയാണ്. പക്ഷേ അവര് എന്നിട്ടും തർക്കങ്ങളിലൊക്കെ പുരുഷനെ തോൽപ്പിക്കുമായിരുന്നു. അതിബുദ്ധിമതിയായ സ്ത്രീ അങ്ങനെ തർക്കങ്ങളിലൊക്കെ പണ്ഡിത സദസ്സുകളിലൊക്കെ എല്ലാവരും അമ്പരിപ്പിച്ച് മുന്നേറുമ്പോൾ ഈ പാട്രിയാർക്കി ആണധികാര ഗർവ് അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്ന ഉടനെ അവളെ ഇത്രയും ബുദ്ധിമതിയായ സ്ത്രീയെ നഗരവധുവായി പ്രഖ്യാപിക്കുകയാണ് ക്യാരക്ടർ. ആ നഗരവധുവായി പ്രഖ്യാപിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന പുരുഷ കേന്ദ്രീകൃത സമൂഹം ഒരു വേശ്യയെ സ്വീകരിക്കും, എന്നാൽ പോലും ഒരു ബുദ്ധിമതിയായ സ്ത്രീയെ സ്വീകരിക്കുന്നില്ല എന്നുള്ളൊരു സന്ദേശം, ഒരു തോട്ട് നമുക്ക് അത് വല്ലാതെ തന്നെ ഇതായിട്ടുണ്ട്. കാരണം ജീവിതത്തിൽ ഓരോ ചുവട് വെക്കുമ്പോഴും അടി കിട്ടുകയാണ് നമുക്കൊക്കെ. എന്തിനാ അടി കിട്ടണേ? നമ്മളൊരു ദ്രോഹം ചെയ്തിട്ടൊന്നല്ല അടി കിട്ടണത്, നമുക്ക് നേർക്കാഴ്ച ഉണ്ട് എന്നുള്ളത് കൊണ്ടേ. സ്ത്രീക്ക് നേർക്കാഴ്ച പാടില്ല, പിന്നെ സ്ത്രീകൾക്ക് ബുദ്ധി പരത പ്രകടിപ്പിക്കാൻ അവകാശമില്ല. അതേസമയം അയ്യോ ചേട്ടാ എന്ന് പറയുന്ന സ്ത്രീ, അയ്യോ എനിക്കറിയില്ല ചേട്ടൻ ചെയ്താൽ, അങ്ങനെ പറയുന്ന സ്ത്രീകളെ ഏറ്റവും ബുദ്ധിമതികളായിട്ട് ചിത്രീകരിക്കല്ല, കൊണ്ടടക്കും. മറ്റാൾക്കാരെ എവിടെയൊക്കെ ചവിട്ടി തേക്കേണ്ടത് വെച്ചാൽ ചവിട്ടി തേക്കുക. അപ്പോൾ എനിക്ക് ആ പുസ്തകം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ വായിച്ചതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട P. കുഞ്ഞിരാമൻ നായരുടെ അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥ കവിയുടെ കാൽപ്പാടുകൾ. അതിനോളം വരുന്ന ഒരു ആത്മകഥയും ഞാൻ വായിച്ചിട്ടില്ല. അപ്പോൾ ലോക സാഹിത്യത്തിലാണെങ്കിൽ നെറൂദയുടെ മെമ്മയോസ് വായിച്ചിട്ടുണ്ട്. അതിനോളം വരുന്ന വേറെ പിന്നെ സാഹിത്യത്തിലെ ഓതേഴ്സിനെ നെരൂദയുടെ ആത്മകഥ കുറേ ആൾക്കാർ കുറേ പേരുണ്ട്. അതിൽ പെട്ടെന്ന് ഇങ്ങോട്ട് ഓർമ്മയിൽ കയറില്ല, വെറുതെ ഇരിക്കുമ്പോൾ ഒക്കെ അങ്ങനെ ഓർമ്മ വരും. എന്നാലും എനിക്ക് പോയറ്റ്സ് തന്നെയാണോ? കവിത അല്ലല്ല
കവിത പോലെ എഴുതുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് അവർ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതല്ലാണ്ട് ഒരു ലിറ്റററി മാർവലിന് അപ്പുറം ഒരു ലിറ്റററി ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഓതേഴ്സ് ഉണ്ട്. അപ്പൊ എനിക്ക് ഓർമ്മക്കുറവ് നല്ലോണം വന്ന കാരണം പെട്ടെന്ന് ദസ്തവസ്കി എനിക്കിഷ്ടമാണ്. ദസ്തവസ്കി ഗംഭീര, ദസ്തവസ്കി ഗംഭീര. അതേപോലെ തന്നെ നെരൂദ ലിറ്റററി ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. കാരണം ചിലിയൻ മൂവ്മെന്റിനകത്ത് അദ്ദേഹം അത് ഇവിടെ ഇപ്പൊക്കെ നൊബേൽ കിട്ടുന്നത് ലിറ്റററി മാർവലിനൊക്കെയാണ്. ശരിക്കും ലിറ്റററി ഇമ്പാക്റ്റ് ഉണ്ടാക്കി ആൾക്കാർക്കല്ലേ നമ്മൾ നൊബേലൊക്കെ കൊടുക്കുക. ദസ്തവസ്കി ഗംഭീര ഇതാണ്. പിന്നെ ഒരുപാട് അങ്ങനെ വായിക്കുമ്പോഴേ നമുക്ക് പിന്നെ ഞാൻ പറയാം, എനിക്ക് എഡ്ഗർ അലൻ പോ എന്നെ അപ്പുറത്തേക്ക് ഒരു ചെറുകഥയിൽ എനിക്ക് വേറെ ആളെ ചെയ്യാൻ പറ്റില്ല. അതേ നിലവാരത്തിൽ തന്നെ നമുക്ക് മലയാളത്തിലെ CV ശ്രീരാമനെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ MT ഞാൻ പറയാത്ത MT വലിയ കഥാകൃത്താണ്. കാരണം എഴുത്തുകൊണ്ട് മാത്രം ജീവിച്ചതാണ് ഒരാളാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് കരുതി അതുകൊണ്ട് MT ആണോ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അല്ല, എൻ്റെ ഇഷ്ട എഴുത്തുകാരനല്ല MT. എനിക്ക് CV ശ്രീരാമനെയാണ് ഏറ്റവും ഇഷ്ടം. ആദ്യത്തിന് രാധയും മറ്റു ചിലരെക്കാളൊക്കെ എനിക്ക് CV ശ്രീരാമൻ്റെ കഥകളാണ് ഇഷ്ടം കേട്ടോ. പെട്ടെന്ന് ഓർമ്മ ഒന്നുമില്ല എന്നുള്ളത്. അത് അദ്ദേഹത്തിനോട് നീതി പുലർത്തലാവില്ല. കാരണം ഇത്ര ഗംഭീരമായിട്ട് നോവൽ എഴുതുന്ന ഒരു കക്ഷിയെ ഞാൻ, ചെറുകഥ എഴുതുന്ന ഒരാളെ ഞാൻ, എനിക്കൊരു ലോക സാഹിത്യത്തിനൊപ്പം നിർത്താം അദ്ദേഹത്തിനൊക്കെ. ടീച്ചർ എങ്ങനെ ചെറുകഥ ഇപ്പോൾ പറഞ്ഞല്ലോ, ഒരു കഥ എങ്ങനെയായിരിക്കും ടീച്ചറുടെ മനസ്സിൽ രൂപപ്പെട്ടത് എഴുതുമ്പോൾ? ഞാൻ കഥ എഴുതിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ആസ്വദിക്കും. അപ്പം അങ്ങനെ ആകുമ്പോൾ ഇപ്പം ഇത്രയും ഒരുപാട് അനുഭവങ്ങളും ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കഥയൊക്കെ എഴുതാൻ, ഒരു ആത്മകഥ എഴുതാനെന്ന് ആഗ്രഹമുണ്ട്. പറയാനുള്ള അത്ര അനുഭവങ്ങളും ഉണ്ട്. പക്ഷെ അതിനുള്ളൊരു ധൈര്യമില്ല. പലരും ജീവിച്ചിരിക്കുന്നുണ്ട്. അത് എനിക്ക് വേണ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ മക്കളെ വേദനിപ്പിക്കലാവും. അങ്ങനെ ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റുമോന്ന് അറിയില്ല. ശ്രമിച്ചു നോക്കാം. പിന്നെ ഒരിക്കലും ശ്രമം നടത്തിയപ്പോൾ ഒന്ന് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ റീലീവ് ചെയ്യാന്നാണ് അർത്ഥം. അപ്പോൾ അന്ന് അണ്ടർഗോ ചെയ്ത ട്രോമ ഒന്നുകൂടി നമ്മളാവാം. അപ്പോൾ അത് എഴുതാൻ ശ്രമിച്ചോടുകൂടി ഞാൻ ബെഡ് റിഡനായി. അപ്പോൾ 15-20 ദിവസം പിന്നെ തീരെ കിടപ്പായി. അപ്പോൾ അതെനിക്ക് വേണ്ടാന്ന് തന്നെ വെച്ചു. ഞാൻ മനസ്സിന്ന് വലിച്ചു കീറി പുറത്തേക്ക് ഇട്ടത് വീണ്ടും ഉള്ളിലേക്ക് കയറി വരിക എന്ന് പറയുന്നത്. എഴുത്ത് ഒരിക്കലും ഹീലിംഗ് അല്ല. അത് ആളുകൾ പറയുന്നുണ്ടെങ്കിൽ എന്താ എഴുതാതിരിക്കാൻ ആവില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അത് എഴുതിയില്ലെങ്കിൽ നമുക്ക് ഭ്രാന്ത് പിടിക്കും എന്നൊരവസ്ഥ ഉണ്ട്. പക്ഷെ അത് ഹീലിംഗ് പ്രോസസ് അല്ല. നമ്മൾ ഭയങ്കര വേദന തരുന്നതാണ്, നല്ല ടോർച്ചർ തരുന്നതാണ്. അസാമാന്യ ധൈര്യവും വേണം. അപ്പൊ കോൺസിക്വൻസസ് നേരിടാനുള്ള, അത് കഴിഞ്ഞിട്ടും നമ്മള് അത് പിന്നാലെ വരികയാണ് അതിന്റെ ഭൂതങ്ങള്. അപ്പൊ ഒരിക്കലും എഴുതി പറയില്ല, ഇപ്പൊ എഴുതി കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ഇനിയിപ്പോ വായനക്കാരുടെ കയ്യിലാന്ന് പറയും. പക്ഷെ എങ്കിലും ഓതേഴ്സിന്റെ മൈൻഡ്, അത് വായനക്കാർക്ക് അത് ഏത് തരത്തിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏറ്റവും നല്ല ക്രിയേറ്റീവ് റീഡർ എഴുത്തുകാരന്റെ അതുപോലെ തന്നെ അതിനെ കാണാൻ ശ്രമിക്കും. ഒരു അവരെ വേവ് ലെങ്ത് മോറോളസ് സെയിം ആയിരിക്കുമ്പോൾ അത് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഓരോരുത്തരുടെയും വ്യാഖ്യാനത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരിക എഴുത്തുകാരനാണ്. അപ്പോൾ അത് പലപ്പോഴും എഴുത്തുകാരൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ വരെ ചിലപ്പോ സിനിമ അങ്ങനെ തന്നെയല്ലേ. ഇപ്പൊ ഒരു പേരിട്ടത് എഴുത്തുകാരൻ ഒരു തിരക്കഥാകൃത്തോ സംവിധായകനോ മനസ്സാവാചകർമ്മനെ ചിന്തിക്കാത്ത ഇതില്ല. പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെടുക വേറെ രീതിയിലാണ്. അപ്പോൾ ഈ ഒരു സൃഷ്ടിപരമായ കാര്യം ഹീലിംഗ് അല്ല. നമുക്ക് ഈ സന്ദേശം കൊടുക്കേണ്ടത് സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുണ്ട്. പറഞ്ഞില്ലെങ്കിൽ നമ്മുടെ എക്സിസ്റ്റൻസ് പെറിലാണ്, അപകടത്തിലാണ്. കാരണം നമുക്കിത് പറഞ്ഞില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ ഉള്ളതുകൊണ്ട് നമ്മളത് പറയും. പക്ഷെ അത് ഒരിക്കലും ഹീലിംഗ് അല്ല. നമുക്കത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളത് ഒന്നാമത് തന്നെ എക്സ്ട്രാ സെൻസറി പെർസെപ്ഷനാണ്. നമ്മൾ തന്നെ അറിയുന്നില്ല നമ്മൾ എന്താ എഴുതുന്നത്. ഇത് എഴുതിയത് നമ്മൾ തന്നെയാണോ എന്ന് കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് തോന്നും. അപ്പോൾ നമുക്കത് ചെയ്യാന്ന് മാത്രം, അത്രേ ഉള്ളൂ. അത് ഒട്ടും സൂതിങ്ങും അല്ല, ഹീലിങ്ങും അല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ഞാനിപ്പോൾ ഓരോരുത്തരും എഴുതുമ്പോൾ ഞാൻ എഴുതുമ്പോൾ വായിക്കുമ്പോൾ ഇവർ എത്രമാത്രം ട്രോമ അനുഭവിച്ചിരിക്കണം ഇത് എഴുതുമ്പോൾ എന്ന് ഞാൻ വായിക്കുമ്പോൾ തന്നെ. പിന്നെ ഇപ്പോൾ ലൈബ്രറികളിൽ ഇപ്പോൾ പുസ്തകങ്ങൾ ഇപ്പോൾ വീണ്ടും വായനയിലേക്ക് വരിക, അതോ ടീച്ചർ മുമ്പേ തന്നെ എന്നിപ്പോൾ? ഞാൻ ഗംഭീരമായിട്ട് വായിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇനി എനിക്കങ്ങനെ ഇപ്പൊ പുതിയ എഴുത്തുകാരെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒന്നും വായിക്കാറില്ല. വായിക്കാറില്ലല്ലേ? പുതിയ ഒരുപാട് ആൾക്കാർ എഴുത്തുകാരുണ്ട്. എഴുത്തുകാരുണ്ട്, അവരൊക്കെ നല്ല എഴുത്തുകാരായിരിക്കും. പക്ഷേ എനിക്ക് അത്ര സ്റ്റാൻഡേർഡ് ഇല്ലാത്ത കാരണം കൊണ്ടായിരിക്കാം പക്ഷെ എനിക്ക് അവരൊന്നും വായിക്കാൻ പറ്റുന്നില്ല. അതെനിക്ക് പിന്നെ എൻ്റെ മുൻവിധികൾ ഉണ്ടാവുമല്ലോ, നമ്മൾ നല്ലതൊക്കെ വായിച്ചല്ലോ, നല്ല ആൾക്കാരൊക്കെ കണ്ടല്ലോ. അതിപ്പോ ഏതോ വായിച്ചു ഇങ്ങനെ ഒരു പുസ്തകം നന്നായിട്ട് വായിച്ച ഒരാള് പിന്നെ അത്ര ഇതായിട്ടുള്ള പുസ്തകങ്ങൾ അത് നല്ലത് കണ്ട കാരണം കൊണ്ടായിരിക്കാം. എന്തിനാ ഇതിൽ കൂടുതൽ കണ്ട നമ്മുടെ മനസ്സ് വളരെ ഹാപ്പിയാണ്. ഇനി നമ്മളെന്തിനാ മനസ്സ് കേടാക്കാണ് വെച്ചിട്ട്. അവർ മോശക്കാരല്ല, അവർ നല്ലവരാണ്, നല്ല എഴുത്തുകാരാണ്. ഒരുപാട് നല്ല ഉണ്ട് ഉണ്ട് ഉണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞില്ല എൻ്റെ തകരാറ്, എനിക്കത് പറ്റുന്നില്ല, കൂടുതൽ വായിക്കാൻ പറ്റുന്നില്ല. പിന്നെ വല്ലതും പറയുമ്പോൾ വായിക്കുകയാണെങ്കിൽ തന്നെ വീണ്ടും വായിക്കുകയാണ് പഴയതെടുത്തിട്ട്. അതിലൊരു ഭയങ്കര ഒരു വണ്ടറാണത്. ആ പഴയൊരു കാലം നമ്മുടെ മനസ്സിൽ ഭയങ്കര ഭാഷ. ഇപ്പോ ഒക്കെ ആ ഭാഷയാണ് നല്ലത്, ഈ ഭാഷയാണ് പൊട്ടാന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് കാലത്തും അതിൻ്റെതായ മനോഹാരിത ഉണ്ട്. പക്ഷെ ഭാഷയുടെ സുവർണ്ണ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നുപോയി നമ്മുടെ ചെറുപ്രായത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ തകരാറായിരിക്കും, എനിക്കിപ്പോഴും അതാണ് നല്ലത്. ഞാനിപ്പോഴും ഭയങ്കര ഡെവലപ്മെൻ്റ് ആകുമ്പോൾ ഇവരൊക്കെ തന്നെയാണ് വായിക്കുക, വീണ്ടും വായിക്കുക. പിന്നെ കോവിഡ് കാലഘട്ടത്താണ് വായന തിരിച്ച് പിടിച്ചത്. അത് അപ്പോൾ ആവശ്യം ഡിമാൻഡ് ചെയ്തു, ലൈഫ് ഡിമാൻഡ് ചെയ്തു. അപ്പോൾ ജീവിച്ചത് പലർക്കും എഴുതി കൊടുത്തിട്ടൊക്കെയാണ്. ഈ സായിപ്പന്മാർക്ക് കൾച്ചറും ലാംഗ്വേജൊക്കെ പരിചയപ്പെടുത്തിയിട്ടാണ്. അപ്പോൾ അവർ ചോദിക്കും നമ്മുടെ ഭാഷയെക്കുറിച്ചിട്ടൊക്കെ. അപ്പോൾ വീണ്ടും അവർക്കൊരു ക്ലാസ് കൊടുക്കാൻ വേണ്ടി, ഒരു ചെറിയ ലെക്ചർ, ഷോർട്ട് ലെക്ചറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് വാട്ട്സ് ദാറ്റ് ബുക്ക് അബൌട്ട് എന്ന് ചോദിക്കും ചിലപ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നും കൂടി ഒരു മുൻനിരക്കൊക്കെ നടത്തി വീണ്ടും എന്നെ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുവന്നത് ഈ സായിപ്പന്മാരും കോവിഡ് കാലഘട്ടമാണ്. ഈ ചരിത്ര പുസ്തകങ്ങളില്ലേ, ചരിത്ര ഒരു കാലഘട്ടത്തിലെ ഒരുപാട് യാതനകളും ഒക്കെ ആണല്ലോ ഇത് ഈ ചരിത്രം ഇങ്ങനെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം എങ്ങനെ കമ്പയർ ചെയ്യോ, ഇന്നത്തെ കാലമായിട്ട് കമ്പയർ ചെയ്യോ, അതോ ആ ഒരു അങ്ങനെ അതെന്താ വെച്ചാല് പുതിയ ആൾക്കാര് ചരിത്രത്തെ വല്ലാതെ വാപ്പ് ചെയ്യുന്നുണ്ട്. വാപ്പ് ചെയ്യുക പറഞ്ഞാൽ ഡിസ്റ്റോർട്ട് ചെയ്യുക, വളച്ചൊടിക്കുകയാണ്. അപ്പോൾ അത് ഇവര് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ വിശ്വസിച്ചു പോവാണ് പുതിയ തലമുറ. അത് വലിയൊരു അപകടമായിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ മീനും 1-ാം തീയതിയാണ് 2-ാം തീയതി ശബരിമലയ്ക്ക് പോയപ്പോൾ അവിടെ വാവര്, അത് മൈത്തോളജിയാണ്. അത് എങ്കിൽ കൂടി ചരിത്രം അതിൻ്റെ ഭാഗം അങ്ങനെ തന്നെ വരുമല്ലോ. അവിടെ പോയി വാവരൻ്റെ അവിടെ പോയിട്ട് കന്നിക്കെട്ടുകാർ അങ്ങനെ ചെയ്യണം. അവിടെ ചെന്ന് ശബരിമലയുടെ എത്തിയപ്പോൾ തന്നെ സാധാരണ നില എൻ്റെ പൂർവികരൊക്കെ ശബരിമലയ്ക്ക് പോയപ്പോൾ മലയുടെ ഉള്ളിൽ വാവര് വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഇപ്പം അവിടെ വാവർക്ക് ഒരു ഇത് ഉണ്ട്. അപ്പോൾ അത് പതിയെ വാവര് പള്ളിയിലേക്ക് പോകേണ്ടതില്ല, ഇവിടെയാണ് എന്നുള്ളത് വന്നേക്കാം. അങ്ങനെ ഒരു ഇതുണ്ട്. അത് നമ്മുടെ മൈത്തോളജിയിലുള്ള മാറ്റമാണ്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ അവിടെ ഒരു ഭണ്ഡാരം വെച്ചിട്ടുണ്ട്, അവിടെ മതി എന്നുള്ള രീതിയിൽ. അത് ഈ ചരിത്രങ്ങൾ നമുക്ക് ശരിക്കും വീണ്ടും ഒരു ചരിത്രം വളച്ചൊടിക്കുക. ഇപ്പോൾ ഈ ശ്രീനാരായണ ഗുരു പറഞ്ഞതൊന്ന്, ശ്രീനാരായണ ഗുരുവിനെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ പ്രവർത്തിക്കുന്നത് വേറൊന്ന്. അപ്പോൾ ഗുരു പറഞ്ഞത് എന്താണെന്ന് പോലും ഇവർക്കറിയില്ല. അപ്പോൾ അത് അവരിലേക്ക് എത്തുന്നില്ല. അവരുടെ അതിൻ്റെ പലരുടെയും കണ്ണ് അതുവഴി ആർജിക്കാവുന്ന സമ്പത്തിന് മാത്രമാണ് കണ്ണ്. സംഘടിക്കുന്നത് കാശിന് വേണ്ടിയിട്ടെന്നുള്ളൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൽ ഗുരുവിൻ്റെ ശരിയായ റോൾ എന്താ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഗുരു അത് വേറെ പലരുമാണ്. അപ്പോൾ ഗുരു അതിന് സ്വയം ഡിസ്റ്റൻസ് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് ചിലർ. പക്ഷെ എല്ലാം ഗുരു എന്ന സത്യത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷനും ഒക്കെ വന്നിട്ടുള്ളത് ഗുരു ആദ്യം ഈഴവ ശിവനെ പ്രതിഷ്ഠിച്ചെന്ന് തുടങ്ങിയിട്ടുള്ളതാണ്. പക്ഷെ പിന്നീട് വൈക്കം സത്യാഗ്രഹം വന്നപ്പോൾ ഗുരുവിൻ്റെ റോൾ ഇല്ല എന്നൊക്കെ ചിലർ പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് വായിച്ചു നോക്കിയിട്ട് അറിയാം എന്താണ് ഗുരുവിൻ്റെ റോൾ. റിവ്യൂ ഒന്നും ഞാനിടില്ല. ഞാൻ അതിന് പൊന്നോ നമ്മള് ഞാൻ വായിക്കുന്ന എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്. അതല്ലാതെ
ആളുകളെ വെല്ലുവിളിക്കാനോ ഒന്നുമല്ല. ഞാനൊരു കോക്കസിലും പോവാറില്ല, ഒരു സാഹിത്യ മീറ്റിങ്ങുകൾക്കും പോവാറില്ല, ഒന്നുമില്ല. ഞാനൊരു പരിപാടി നടത്തിയത് വെച്ചാൽ അന്ന് സ്ത്രീകളുടെ കുമാരനാശാൻ്റെ മറ്റേ ചിന്താവിഷയ സ്ത്രീയുടെ 100ാം വാർഷികത്തിൻ്റെ പരിപാടി. അത് കാലഘട്ടം ആവശ്യപ്പെടുന്ന ഒന്നാണ്. എത്ര 100 കൊല്ലം മുന്നേ ആശ ഇത് പറഞ്ഞിട്ട് സ്ത്രീകൾക്ക് യാതൊരു പ്രാതിനിധ്യം അസംബ്ലിയിലും മറ്റൊരിടത്തൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ലോക്സഭ ഇലക്ഷൻ നടക്കുന്നൊരു സമയമായതുകൊണ്ട് അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു. മാത്രമല്ല 10-30 വർഷത്തിന് ശേഷം ഞാൻ കോളേജ് കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിരുന്നു, അക്കാദമിക് കൗൺസിൽ അംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാനൊരു സംഘടനാ പ്രവർത്തനം നടത്തിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഉള്ളിൽ സംഘാടകർ ഇപ്പോഴും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു ശ്രമം. എനിക്ക് പിന്നെ പൊളിറ്റിക്സ് ഇല്ലാണ്ട് വേറെ കാര്യമില്ല. എൻ്റെ ഇഷ്ട വിഷയം പൊളിറ്റിക്സാണ്. പൊളിറ്റിക്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും CPM CPI അതല്ല, രാഷ്ട്രീയമാണ്. അപ്പോൾ ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിക്കുന്നൊരു രാഷ്ട്രീയം ഉണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ് എൻ്റെ വിഷയം. അതുകൊണ്ട് തന്നെ എനിക്ക് രാഷ്ട്രീയം സംസാരിക്കുന്ന ആൾക്കാരെ ഇഷ്ടമുള്ളൂ. ഞാൻ എപ്പോഴും രാഷ്ട്രീയം പറയുള്ളൂ. ടീച്ചർക്ക് ഒരു കാലഘട്ടം കഴിയുമ്പോഴേ സ്ത്രീകളിൽ ഈ പറഞ്ഞ പോലെ വായന കുറയുമല്ലോ. അതായത് കുറയെന്ന് വെച്ചാൽ ഓൾറെഡി വായിച്ചിരുന്നവർ ഇതുപോലെ വായിക്കാതെ വീണ്ടും പുസ്തകങ്ങളിലേക്ക് ഇപ്പോൾ ലൈബ്രറികളിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർക്ക് ഇങ്ങനെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് വായിക്കാൻ താല്പര്യമുള്ളവരോടൊക്കെ ടീച്ചർക്ക് എന്താ ഒരു ഇപ്പം രചന ആളുകൾ പ്രൊമോട്ടറാണ്, വായിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് രചന. അപ്പോൾ രചന വായനയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവർ. രചന അതിനുവേണ്ടി രചന വീട് വീടാന്തരം പുസ്തകങ്ങൾ കൊണ്ട് നടക്കുക. അതുകൊണ്ടാണ് രചന ചോദിക്കുന്നത് എന്താ ചെയ്യാന്നുള്ളത്. വായന ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടും അവരെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിച്ചിട്ടൊന്നും വലിയ പ്രയോജനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വായന എന്നൊരു മോഡ് ഓഫ് ഇന്നിപ്പോൾ അന്ന് വായിക്കുക എന്ന് മാത്രമേ പ്രിന്റ് മീഡിയ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് പ്രിന്റ് മീഡിയ അല്ല, പലതരത്തിലൂടെയും ആളുകൾക്ക് വായിക്കാം, അനുഭവങ്ങളും അറിവും നേടാം. എക്സ്പോസ്ഡാണ് മനുഷ്യർ. അപ്പോൾ അന്ന് പുസ്തകം തന്നെ വേണമെന്നില്ലല്ലോ, റീഡിങ് ഉണ്ടല്ലോ. പക്ഷെ എങ്കിലും നമുക്ക് ഇപ്പോൾ പറയുമല്ലോ, എല്ലാവരും പറയും പഴയ ആളുകൾ കൂടുതലായിട്ട് ടെക്നോളജി യൂസ് ചെയ്യാതെ തന്നെ പുസ്തകം വായിക്കാനാണല്ലോ കൂടുതൽ താല്പര്യം. പുസ്തകത്തിന് മണം, അതുപോലെ ഓർമ്മകൾ ഒരുപാട്. ഇപ്പോൾ പല ചേച്ചിമാരും പുസ്തകം വായിച്ചിട്ട് അത് നമ്മളെ അവരെ ഉണർത്തുക എന്ന് പറയും. അവരെ ഉണർത്തുക. പുതിയ ആൾക്കാരോട് നമ്മൾ പുസ്തകം കൊടുത്ത് വായിക്കൂ എന്ന് ഇന്ന് പക്ഷെ അതൊരു നല്ല അനുഭവമാണ് വയ്ക്കാന്നുള്ളത്. പക്ഷെ പഴയ ആൾക്കാർക്ക് അപ്പോൾ അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റി അവർക്ക് തന്നെ സ്വയം അല്ലല്ലോ, ഇനിഷ്യേറ്റ് ചെയ്യണല്ലോ. ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവുമല്ലോ. പല കാരണം കൊണ്ട് മാറ്റി വെച്ചാൽ തിരിച്ചു പിടിക്കാം. അത് എനിക്ക് പറ്റിയത് എന്താ വെച്ചാൽ അത് എൻ്റെ ശീലമായിരുന്നു. പിന്നീട് ജീവിതത്തിൻ്റെ ഒരു പ്രാരാബ്ധം കൊണ്ടൊരു മലവെള്ളപ്പാച്ചിലിൽ ഞാനും അങ്ങോട്ട് ഒഴുകിപ്പോയി. പിന്നെ വായന പക്ഷെ ഞാൻ പൂർണ്ണമായി വിട്ടുനിന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ പഠിപ്പിക്കുകയായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആവശ്യമുള്ളത് ഞാൻ എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കാൻ. ഞാനൊരു മോശം അധ്യാപികയായി അറിയപ്പെടുന്നത് എനിക്കിഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എപ്പോഴും മാസത്തിൽ ഒരു പുസ്തകമെങ്കിലും വെച്ച് വായിക്കും. അത് ഇഷ്ടം കൊണ്ട് വായിക്കണതല്ല, എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ടുള്ളൊരു വായനയാണിത്. മറ്റുള്ളവർക്ക് അതിൻ്റെ ആവശ്യം വരില്ല. അവർ ചെയ്യുന്നപ്പോൾ ഞാൻ കണ്ടെടുത്തോളം ഒരുപാട് വായിച്ച് പിന്നെ വായന മറന്ന് ഉള്ളവർ അവരുടെ ഒരുപാട് എന്താ പറയുക കണ്ടൻ്റായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ വീണ്ടും പുസ്തകങ്ങൾ വായിക്കുമ്പോഴാണ് ഇത്രയധികം പണ്ട് കാലത്ത് നന്നായിട്ട് എഴുതുന്നവരായിരിക്കാം, അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അല്ല, അത് അവരുടെ കയ്യിൽ ഉണ്ടെങ്കിലേ അവരെ തൊട്ടു നിർത്താനേ പറ്റുള്ളൂ. പുതിയൊരു വയസ്സായ ആൾക്കാർക്ക് വായിപ്പിക്കാൻ പറ്റില്ല. അത് അവര് വഴിതെറ്റിയ ആൾക്കാരെ മെല്ലെ കൊണ്ടുവരാം, തിരിച്ച് കൈ പിടിച്ചും കൂടി കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. പക്ഷെ ചെറിയ കുട്ടികളായാലും നമ്മൾ പുസ്തകം ചെറിയ കുട്ടികൾക്ക് പറ്റും. അത് കുട്ടികളാണല്ലോ, കുട്ടികൾക്ക് നമ്മൾ വായന ലോകത്തേക്ക് കുട്ടികളാണെങ്കിലും മുതിർന്നവര് ചെയ്യുന്നത് എന്തോ അത് കൂടുതലായിട്ട് അനുകരിക്കുമല്ലോ. ഒരു വീട്ടിലൊരു അമ്മൂമ്മയിരുന്ന് പുസ്തകം വായിക്കുന്നുണ്ടെങ്കിൽ ഒരു കുട്ടിയുടെ മനസ്സിൽ അതുണ്ടായിരിക്കും. അറിഞ്ഞും അറിയാതെയും. പക്ഷെ ഇപ്പോൾ അങ്ങനെ അതൊന്നും പഴയ രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. വീട്ടില് നന്നായി അവർക്ക് വേറെ എക്സ്പോസ്ഡാണ് കുട്ടികളൊന്ന്. അപ്പം നമുക്ക് അവരെ മറികടക്കുന്ന രീതിയിലുള്ള കഴിവ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ അവരെ സ്വാധീനിക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ ഒരു അടുത്ത് വായിച്ചു, അതായത്
പുതിയ തലമുറയിലെ കുറച്ച് എഴുത്തുകാരുടെ പേര് മാത്രമാണ് യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് അറിയുള്ളൂ. പഴയ നല്ല ഒരുപാട് റൈറ്റേഴ്സിനെ കുറിച്ചിട്ട് പേരൊന്നും അവർക്ക് അറിയുന്നില്ല എന്നാണ്. നമുക്ക് വീണ്ടും ഇവരൊക്കെ എല്ലാവരും ഇങ്ങനെ അല്ല, അത് വേണ്ടതാണ്. സാഹിത്യത്തിൻ്റെ ഉത്തരവാദിത്തം അതായിരിക്കണം. ഇപ്പം ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് പലയിടത്തും എൻ്റെ ഞാൻ ഒരു ദീർഘകാലം ജീവിച്ച് താമസിച്ച സ്ഥലങ്ങളിലൊക്കെ എഴുത്തുകാരടക്കം വലിയ വായനയുള്ള ആൾക്കാരല്ല. അത്യാവശ്യം ഇവർ എൻ്റെ ഒരാൾ പുസ്തകം എഴുതും, ആ പുസ്തകത്തെ പ്രൊമോട്ട് ചെയ്യാൻ ചുറ്റുമുള്ള ആൾക്കാർ വായിക്കും, അങ്ങോട്ടും ഇങ്ങോട്ട് പുറമാക്കി എഴുത്തുകാരാവാന്ന് ഉള്ള രീതിയുള്ളൂ. വായന, ആഴത്തിലുള്ള വായന ഇല്ല. അത് വേണ്ടതാണല്ലോ. കാരണം നാം എവിടെ നിൽക്കുന്നു എന്ന് അറിയണമെങ്കിൽ നാം നല്ലതൊക്കെ വായിക്കണം. അല്ലെങ്കിൽ എനിക്ക് ശേഷം പ്രളയം എന്നെ പോലെ എഴുത്തുകാർ വേറെ ആരും ഇല്ല എന്നുള്ള ചിന്തയിൽ ആണ് ആൾക്കാർ മുന്നോട്ട് പോകുന്നത്. പിന്നെ പലപ്പോഴും ഇപ്പോൾ അവരവരുടെ തന്നെയാണോ എന്നുള്ളൊരു നമുക്ക് ചിലപ്പോൾ സംശയം തോന്നും. കാരണം പല കോപ്പി പേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ അങ്ങനത്തെ ഒരു ലോകമാണല്ലോ. പിന്നെ ഗൗരവമായ സാഹിത്യത്തെ കാണുന്നവരും വളരെ അപൂർവമാണ്. ഇത് തേടി പിടിച്ചു പോവാൻ എന്താന്നുള്ളത്. ഇപ്പോൾ കാശുള്ളവരൊക്കെ എഴുത്തുകാരാവാം. അമേരിക്കയിലോ ജപ്പാനിലൊക്കെ പോയിട്ട് കുറച്ചുനാൾ താമസിച്ച് കഴിഞ്ഞിട്ട് കാശുള്ളവൻ ഒരു ആരെ കൊണ്ടെങ്കിലും എഴുതി, ഗോസ്റ്റ് റൈറ്റേഴ്സ് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ അയാൾക്ക് വിവരക്കേട് എഴുതിയാലും അത് പ്രസിദ്ധീകരിച്ച് റൈറ്റർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെയാണ് ഇപ്പോൾ. പക്ഷെ എങ്കിലും നന്നായിട്ട് കണ്ടന്റ് ഉള്ളതിന് മാത്രമാണ് നിലനിൽക്കുള്ളൂ. കാലത്തെ അതിജീവിക്കുന്നത് നല്ല സാഹിത്യം ചെയ്തു. അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ, അത് ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമാണല്ലോ. പക്ഷെ വിമർശിക്കാൻ പാടില്ല എന്ന് പറയുന്നിടത്താണ് പ്രശ്നം. വിമർശിക്കാൻ പാടില്ല. പക്ഷെ ഇപ്പൊ ആൾക്കാർക്കൊക്കെ വൈതാളികളെ ചുറ്റും വെച്ചിട്ടാണ് ആൾക്കാർ എഴുത്തുകാരായി പോകുന്നത്. അത് ഇവിടെ നിന്നല്ല, എല്ലാ ഇതിലും. സന്തോഷം. ഞാൻ വിചാരിച്ചാലും എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു. എനിക്ക് ഇവർ ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ കിട്ടുമോ എന്നുള്ളൊരു സംശയം വന്നു തുടങ്ങി. കാരണം അധികം നാണം കെടാതെ അധികം നാണം കെടാതെ അങ്ങോട്ട് നിർത്താം. നമസ്കാരം, നന്ദി. എന്നെ കണ്ടോന്ന്